ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ടു മണ്ഡപത്തിലെ ആചാരലംഘനത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഹിന്ദു ഐക്യവേദിയും ബി.ജെ.പിയും. ബി.ജെ.പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭ ഉപരോധിച്ചു. ഈ ഭരണസമിതിയെയും രാഷ്ട്രീയ പാർട്ടിയെയും വീണ്ടും അധികാരത്തിലെത്തിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് വി രാജേഷ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് അനന്തപുരം നടന്നെടുക്കുമ്പോഴേക്കും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഈ സംസ്കാരത്തെ, ഈ രാഷ്ട്രീയ പാർട്ടിയെ, ഈ നാടിനെ അവഹേളിക്കുന്ന, ഈ നാടിന്റെ സംസ്കാരത്തെ തച്ചു തകർക്കുന്ന ഈ മേയറെയും ഈ ഭരണസമിതിയെയും എന്നേക്കുമായി തിരുവനന്തപുരത്ത് നിന്നും പടിയിറക്കുവാനുള്ള വളരെ വലിയൊരു പോരാട്ടമാണ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുവാൻ പോകുന്നത്. ഒന്നോ രണ്ടോ സംഭവമല്ല, കഴിഞ്ഞ 5 വർഷമായി ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ചേരാത്ത തരത്തിലുള്ള തോന്നിയാസങ്ങളുടെ ആറാട്ട് നടത്തിയാണ് ഈ നഗരസഭ മുന്നോട്ട് പോകുന്നത്. സംസ്കാരം തൊട്ട് തീണ്ടില്ലാത്ത ഭരണാധികാരികൾ അഴിമതി മാത്രം കോർപ്പറേഷനെ വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ മേലാളന്മാരും അധികാരികളുടെ മുന്നിൽ രേഖാമൂലം പരാതി നൽകുകയാണ്. ശക്തമായ നടപടി, നിയമപരമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. കാരണം ആരാണോ ഈ ആചാര ലംഘനത്തിന് വേണ്ടി മുതിർന്നത്, ഏത് ഏജൻസിക്കാണോ ഇക്കാര്യത്തിൽ അനുമതി നൽകിയത്, അവരുടെ ജാഗ്രത കുറവാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അവരുടെ പേരിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. മേലിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. ആ സംരക്ഷിതമായിട്ടുള്ള ആ സ്മാരകത്തെ കമ്പിവേലി കെട്ടിക്കൊണ്ട് ഇനി വർഷത്തിൽ 2 ദിവസം ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ടിനല്ലാതെ മറ്റ് ഒരാവശ്യത്തിനും ഇത് ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകണം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിലെ ആചാര ലംഘനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. തുടർ നടപടികൾ ഉചിതമായി തന്നെ സ്വീകരിക്കണം എന്നാണ് ബി.ജെ.പിയും ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നത്. വലിയ പ്രതിഷേധവും നഗരസഭയുടെ കവാടത്തിന് മുൻപിൽ അരങ്ങേറി. മറ്റു വിവരങ്ങൾ. രോഹിണി, ശക്തമായ പ്രതിഷേധമാണ് ആചാരലംഘനത്തിനെതിരെ ഉണ്ടാകുന്നത്. പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിലെ ആചാരലംഘനത്തിൽ നടന്ന സംഭവത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. തുടർന്നും പ്രക്ഷോഭം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് മുന്നിൽ ബി.ജെ.പിയുടെ കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം മുൻ ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം 3 മണിക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രതിഷേധ മാർച്ച് നഗരസഭയ്ക്ക് മുന്നിലേക്ക് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ആ സമയത്ത് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഗുരുതരമായ ആചാര ലംഘനമാണ് ഉണ്ടായത്. ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ പരിപാടി ഉണ്ടാക്കുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഹൈന്ദവ ജനതയെ ഒന്നാകെ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആറാട്ട് മണ്ഡപത്തെ അടുക്കളയാക്കി മാറ്റിയത്. 3 ദിവസം അവിടെ മാംസാഹാരങ്ങൾ പാചകം ചെയ്യുകയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇടുകയും ചെയ്തു. ചുവരുകൾ, അതായത് ഈ ആറാട്ട് മണ്ഡപത്തിന്റെ 3 ഭാഗവും ഷീറ്റ് മറച്ചുകൊണ്ട് മറ്റാർക്കും കാണാത്ത രീതിയിൽ കെട്ടിമറച്ചുകൊണ്ടാണ് ഗുരുതരമായ ആചാര ലംഘനം നടത്തിയത്. നമുക്കറിയാം, പത്മനാഭസ്വാമിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ പരിപാവനമായിട്ടാണ് ഭക്തർ ഈ ആറാട്ട് മണ്ഡപത്തെ കണ്ടുപോകുന്നത്. ആറാട്ട് മണ്ഡപത്തിൽ കുടിയിരുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമെല്ലാം വർഷത്തിൽ 2 തവണ നടന്നു വരുന്ന അൽപ്പശി പൈങ്കിരി ഉത്സവത്തിന് നടന്നു വരുന്നത്. അത്തരത്തിൽ ഈ മണ്ഡപവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രാധാന്യവും പ്രാചീനതയുമുണ്ട്. നേരത്തെ തന്നെ പലതവണ മണ്ഡപത്തെ ഒരു സംസ്കൃതിയുടെ ഭാഗമായി ഉയർത്തിക്കാട്ടുമെന്നുള്ള ആവശ്യങ്ങൾ, സംരക്ഷിത കേന്ദ്രമാക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ജില്ലയിലെ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ നഗരസഭയുടെ പരിധിയിൽ ഏത് ഭാഗത്ത് എന്ത് നടന്നാലും എന്ത് പരിപാടിക്കും അനുമതി നൽകേണ്ടത് നഗരസഭയാണ്. അപ്പോൾ നഗരസഭയുടെ അറിവോട് കൂടിയാണ് ഇത് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ കൽമണ്ഡപം ഒഴികെയുള്ള ബാക്കി പ്രദേശങ്ങൾ എന്ന് മെൻഷൻ ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ എന്ന് അത്തരത്തിൽ ഈ കൽമണ്ഡപം ഒഴികെയുള്ള ബാക്കി പ്രദേശങ്ങൾക്കായി ആണ് അനുമതി നൽകേണ്ടത്. എന്നാൽ ഈ ആറാട്ട് മണ്ഡപം
ഉൾപ്പെടെയുള്ള സ്ഥലം, ആ ആറാട്ട് മണ്ഡപം ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗം കൂടി ഈ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുക്കുകയും അവിടെ ഈ പാചകപ്പുരയാക്കി മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ മിഷനുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോഴും അവരും അനുമതി ഉണ്ടെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അത് അനുമതി ഉണ്ടെന്ന് പറഞ്ഞതിന്റെ വ്യക്തമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.